ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി. ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്നെപ്പറ്റി തന്നെയുള്ള വീഡിയോ. ഞാനൊരു നേഴ്സാണ്. ഹസ്ബൻഡും മോനും അടങ്ങുന്ന ഒരു ഫാമിലി. സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. എനിക്ക് ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ ബിസിനസ്സിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. വീട്ടിൽ എപ്പോഴും ഇരുന്ന് ഒന്നുകിൽ TV കണ്ടും കാര്യങ്ങളും ഒക്കെ കണ്ട് എടുത്ത് സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. ഫോട്ടോ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതിനൊക്കെ പ്രചോദനമായത് ആ കമ്മ്യൂണിറ്റിയാണ്. അതിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്. ആ കമ്മ്യൂണിറ്റിയിൽ എത്തിയതിന് ശേഷമാണ് എനിക്കറിയാവുന്ന അറിവുകളെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇരുന്ന് ആലോചിച്ചു, ഞാൻ എന്തിനെപ്പറ്റി വീഡിയോ ചെയ്തിടും. നമ്മൾ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഒക്കെ എടുത്ത എല്ലാവരും അവരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, ചിലർ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അത് ചെയ്തിടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത്, ഞാൻ എന്തിടും എന്നായിരുന്നു. ഞാൻ നേഴ്സാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഞാനൊരു വീഡിയോ ആക്കിയിടും എന്നുള്ളതായിരുന്നു പിന്നത്തെ ചിന്ത. അങ്ങനെ ഞാൻ അന്വേഷിച്ച് എന്ത് കോഴ്സ്, എന്ത് കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കും എന്നുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതുപോലെ ഫാമിലിയിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനോ ഒന്നിനും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളെല്ലാവരും മക്കളെ വളർത്തി വിടുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്ന, എന്നാൽ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാറില്ല. കുട്ടികൾ നമ്മുടെ കൂടെ കാണത്തില്ല. അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ജോലിക്ക് പോകുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യം പ്രോപ്പറായിട്ട് അവർ നോക്കുന്നുണ്ടോ എന്നുള്ളത് പേരൻസായിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ തന്നെയും അത് നോക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അങ്ങനെ ഒരു ഏജ്, അതായത് ഒരു 30 ഇയേഴ്സിനും 20ക്കും ഇടയിൽ, 20 to 30ക്ക് ഇടയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വർക്ക് സ്ട്രെസ് അനുഭവിക്കുന്നത് ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. അവരുടെ വർക്കുമായിട്ട് റിലേറ്റഡായിട്ട് അവർ കമ്പ്യൂട്ടറും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിക്കാനോ അവർ സമയത്ത് അവരുടെ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എഴുന്നേറ്റ് വരാറില്ല. കമ്പനിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് അവർക്ക് ചെയ്തു തീർക്കണം. അതിനു വേണ്ടി അവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ അവരുടെ ആരോഗ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർക്ക് മന്ത്ലി കിട്ടുന്ന അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ
ഈ ആരോഗ്യത്തെയും മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഈ ഇൻകം കിട്ടിയത് കൊണ്ട് എന്ത് ഗുണമാണ് അവർക്കുള്ളത്? തീരെ ചെറുപ്പത്തിലെ ആഹാരം കഴിച്ച് ജീവിക്കേണ്ട പ്രായത്തിൽ അവർ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടി വരുന്നു. ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് സന്തോഷത്തോടെ നടക്കേണ്ടുന്ന സമയത്ത് അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തെ സ്ട്രെസ്സും മരുന്നുമായിട്ട് കടന്നു പോകുന്ന ഒരു പറ്റം ആൾക്കാരെ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടി. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലായാലും അല്ലാതെയുള്ള എൻ്റെ നൈബേഴ്സായാലും ഒക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ മക്കൾ, ഇങ്ങനെ പലർക്കും വളരെ ചെറുപ്പത്തിലെ BP കൂടി നിൽക്കുന്നു. സ്ട്രെസ് അവർക്ക് കുറയുന്നില്ല, അവർക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചു. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോളാണ് ഈ പ്രായത്തിലുള്ളവർക്ക്. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്ത് ഇടണം എന്നെനിക്ക് തോന്നിയത്. ഒരുപാട് കാശ് കിട്ടുന്ന ജോലിക്ക് പുറകെ പോകുമ്പോൾ അവരവരുടെ ആരോഗ്യവും കൂടിയാണ് അവിടെ പണയപ്പെടുത്തി പോകുന്നത്. നമുക്ക് ജോലി ചെയ്യണം, എന്നാൽ അതിനോടൊപ്പം തന്നെ മൈൻഡ് റിലാക്സ് ആക്കി വെക്കുകയും വേണം. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. അവരുടെ ആരോഗ്യത്തെ, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കണം. ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് വേണം. അവർ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും വർക്ക് സ്ട്രെസ് വരുമ്പോൾ അവർ വിചാരിക്കും നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അവർക്ക് ഇപ്പോൾ ഇത്ര മിനിറ്റ് വർക്ക് ചെയ്യണം എന്നവരെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്കത് ചെയ്യാതെ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടതുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയെടുക്കണമെന്ന് വിചാരിച്ചത്. എന്നോട് ഒരുപാട് പേര് കൊളസ്ട്രോൾ കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. BP കൂടുന്നു ആൻറ്റി, എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. സ്ട്രെസ്സ് കൂടുന്നു. അപ്പം ഒരുപാട് ഈ കൊച്ചു പരുവത്തിലെ ഇവർക്ക് ഇത്രയൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എന്നോട് സജഷൻസ് ചോദിച്ചപ്പോഴാണ് ഇതിനെ വീഡിയോ ആക്കി ഇടാനായിട്ട് എനിക്ക് തോന്നിയത്. ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് BP കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസിലൂടെ അവരുടെ കൊളസ്ട്രോളിനെ അവർ നേരെയാക്കി, അവരുടെ സ്ട്രെസ്സിനെ അവർ നേരെയാക്കി സന്തോഷത്തോടെ ഇപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അവർ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് ഓവർ സ്ട്രെസ്സ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അവർ ചെയ്തു വെക്കുന്നു. ആ ജോലിയെ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ എളുപ്പം വർക്ക് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നു. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തന്ന് നിങ്ങളെ ഒരു നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ സഹായിക്കാം. ഇപ്പോൾ ഒരു ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് മെൻറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പലർക്കും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഞാൻ പറയാം. കുറച്ച് നാളിന് മുമ്പാണ്, ഏകദേശം ഒരു 1 year ബാക്ക് ആയിട്ടുണ്ടാവും, 1 or 2.
എനിക്കറിയാവുന്ന ഒരു കുട്ടി, അവൻ സ്വന്തം വീട്ടിൽ ഹൈ പൊസിഷനിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ലാവിഷായിട്ട് ക്യാഷ് കൊടുക്കുന്നു, അത് ഫ്രണ്ട്സിനോടൊപ്പം നടന്ന് ദൂർത്തടിച്ച് കളഞ്ഞ് ജീവിക്കുന്ന ഒരു മകൻ. അമ്മ കിട്ടുന്ന പൈസ കൊണ്ട് അമ്മയുടേതായിട്ടുള്ള രീതിയിൽ ചിലവാക്കി ജീവിക്കുന്നു. വീട്ടിലൊരു കൺട്രോളും ഇല്ല, മണി ഇഷ്ടം പോലെ വരികയാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നത് പോലെ കാശ് ഈ അച്ഛൻ സമ്പാദിച്ചു കൊടുക്കുന്നത് കൊണ്ട് മകൻ പഠിക്കാൻ മിടുക്കനായിരുന്നു എങ്കിൽ പോലും പരീക്ഷയ്ക്ക് ബിടെക് പഠിക്കാനാണ് പോയത്. എൻജിനീയറിംഗ് പഠിക്കാൻ പോയിട്ട് ആൾ സപ്ലി ആണ് മൊത്തം. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. ഈ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും കിട്ടുന്ന ഈ പൈസ കൊണ്ടും ദൂർത്തടിച്ച് നടക്കുകയാണ്. കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൊണ്ടുപോയി ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്കൊക്കെ ചിലവാക്കാനായിട്ട് പൈസ കൊടുക്കുക. ഇങ്ങനെ നടന്ന ഒരു മകൻ്റെ ജീവിതത്തിലേക്കാണ് പെട്ടെന്നൊരു ദിവസം അച്ഛൻ നിൽക്കാൻ പറ്റാത്ത കടത്തിലേക്ക് പോയി എന്നറിയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? അത്രയും നാളുണ്ടായിരുന്ന ലൈഫിൽ പെട്ടെന്ന് ഈ ഇൻകം വരാതായപ്പോഴത്തേക്കാണ് അവർ അന്വേഷിച്ച് പോകുമ്പോൾ അറിയുന്നത് അച്ഛൻ ഗൾഫിൽ ലോൺ എടുത്തതാണ്. ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്ത് പൈസ അടയ്ക്കാതെ ഇട്ടിരുന്ന് വലിയൊരു എമൗണ്ട് ആയിപ്പോയി അത്. ആ എമൗണ്ട് അടയ്ക്കാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ പൈസയില്ല. നാട്ടിലുണ്ടായിരുന്നത് അവർക്കൊരു വീട് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം അവർ സേവ് ചെയ്യാതെ എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് അവരുടേതായിട്ടുള്ള ചിലവിനെടുത്തതാണ് മൊത്തം. അപ്പം ഈ ബിടെക് കഴിഞ്ഞെങ്കിലും മകൻ ജോലിക്ക് പോകുന്നുണ്ട്, ഒരുപാട് സപ്ലൈ എഴുതാനുണ്ട്, 2 വർഷത്തെ 3 വർഷത്തെ ഒക്കെ സപ്ലൈ എഴുതാനുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് വർക്കിൽ ആൾ എഫിഷ്യൻ്റാണ്, പക്ഷേ ജോലിക്ക് പോയാൽ അവിടെ കണ്ടിന്യൂ ചെയ്യത്തില്ല. കാരണം ഇൻകം വേറെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ജോലിക്ക് പോയില്ലെങ്കിലും കാര്യമില്ലല്ലോ എന്നുള്ള ചിന്തയായിപ്പോയി. അങ്ങനെ മകൻ ജോലി ഉണ്ടായിരുന്ന നല്ലൊരു ജോലി, നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് അച്ഛൻ ഇത്രയും കടമായി എന്ന് അറിയുന്നതും. ഇവർക്ക് നല്ല രീതിയിൽ ഒരു തറവാടുണ്ടായിരുന്നത് വിൽക്കേണ്ടി വന്നിട്ട് അവർ ആ കടത്തിൽ നിന്ന് അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. പിന്നെ അവരുടെ കയ്യിലൊന്നുമില്ല. ഈ അച്ഛൻ തിരിച്ച് നാട്ടിൽ വന്നു. അച്ഛൻ, അമ്മ, പെങ്ങളൊക്കെ അടങ്ങുന്ന ഈ ഫാമിലിയുടെ ഫുൾ ഉത്തരവാദിത്തം മകൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. ഈ മകൻ എന്ത് ചെയ്യും? ഒരാളോടും, പലർക്ക് പൈസ കൊടുത്തിരുന്ന ഈ മകന് അവരോടൊക്കെ പൈസ ചോദിച്ചിട്ട് ഒരാൾ പോലും കൊടുക്കാനില്ല. അയ്യോടാ, നീ ഇപ്പോഴാണോ ചോദിക്കുന്നത്? കുറച്ച് മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരായിരുന്നല്ലോ. ഇതായിരുന്നു മറുപടി. ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ച് വന്നപ്പോഴാണ് ഇവന് ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ നമ്മളെ ആർക്കും വേണ്ട എന്നുള്ള, കയ്യിൽ കാശില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ളൊരു നല്ല തീരുമാനത്തിലേക്ക്, അതായത് തിരിച്ചറിവിലേക്ക് എത്തിയത്. ഇവർ വാടക വീട്ടിലേക്ക് താമസം മാറി. പക്ഷേ വാടക കൊടുക്കാനും കയ്യിൽ പൈസയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ചെറിയ വാടകയിലാണ്. വലിയ ആർഭാടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ആ ചെറിയ വീട്ടിലെ താമസം ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങി. മകനുണ്ടായിരുന്ന ബൈക്ക്, കാര്യങ്ങൾ, മാല, വള, ഇതെല്ലാം, ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്ന എല്ലാം വിറ്റു. എന്നിട്ടൊന്നും ഓരോ മാസവും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വരുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്നെ വിളിക്കുന്നത്. ഇത്രയൊക്കെ സിറ്റുവേഷൻസ് എന്നെ ഫേസ് ചെയ്യുന്നു ചേച്ചി, എനിക്ക് സ്ട്രെസ്സാവുന്നു, സ്ട്രെസ്സ് കൂടി ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ ഇങ്ങനെ ഒരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്, എന്നെ ഇങ്ങനെ കാശില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും എന്നും ചോദിച്ചിട്ട് എന്നെ വിളിച്ചു.
അന്ന് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു പരിഹാരം കാണും. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇങ്ങനെ കാശ് കളയരുത്. അച്ഛൻ സമ്പാദിക്കുന്ന പൈസയാണെങ്കിലും നീ അതിൽ നിന്ന് കുറച്ചെങ്കിലും നീ എവിടെയെങ്കിലും മാറ്റിയിട് എന്ന് ഞാൻ അടുത്തറിയാവുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുറച്ച് കാശെങ്കിലും സേവ് ചെയ്യ്, ഇങ്ങനെ നീ നടക്കല്ലേ എന്ന്. പക്ഷേ അവൻ കേട്ടില്ല അന്ന്. ആ കേൾക്കാത്തതിൻ്റെ കുറ്റബോധം കൊണ്ടാണോ അതോ ഒരു സജഷൻ കിട്ടുമെന്നുകൊണ്ടാണോ അറിയില്ല, എന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം ചോദിച്ചത്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ കുറച്ച് പൈസ മാറ്റിയിടുന്നു, എന്നിട്ട് നീ കേട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ജോലിക്ക് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ആൾ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. എന്നിട്ട് പറഞ്ഞു ആ സാലറി കൊണ്ട് തികയത്തില്ല എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ആ സമയത്ത് ഫേസ്ബുക്ക് വഴി ആൾ നല്ലതായിട്ട് പ്ലാൻ വരയ്ക്കും വീടിൻ്റെ. അപ്പോൾ സിവിൽ എഞ്ചിനീയറാണ്. സൈറ്റിലൊക്കെ പോകാനുള്ള മടിക്കാണ് ജോലി എല്ലായിടത്തു നിന്നും കളഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ് നന്നായിട്ട് ഇത് വരയ്ക്കാൻ അറിയത്തില്ലേ, ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞു ചേച്ചി ഓൺലൈനായിട്ടൊക്കെ ആകുമ്പോൾ ഇതൊന്നും ആരും നോക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ് കിട്ടുമോ ഇല്ലയോ അതല്ല നമ്മുടെ, ശ്രമിച്ചു നോക്കും എന്നാണ് പറഞ്ഞത്. ജോലി കളയണ്ട, അതിൻ്റെ ഇടയിലൂടെ തന്നെ ഇത് ചെയ്തു നോക്ക്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സക്സസ് കാത്തിരിപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ ഒരു സമയമായിരിക്കും എന്ന് പറഞ്ഞു. അവന് അത് ഓൺലൈനിൽ ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടോ ആ പറഞ്ഞ വാക്കുകൾ നല്ല രീതിയിൽ അതെടുത്തു. ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടു. അവന് വർക്ക് കിട്ടാൻ തുടങ്ങി. വർക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, ചേച്ചി എനിക്ക് വർക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് സക്സസ് ആവും, നീ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനിട്ട ഏതോ ഒരു പോസ്റ്റ് ഒരു കോൺട്രാക്ടർ കാണുകയും ആ കോൺട്രാക്ടറിന് അത് ഇഷ്ടപ്പെട്ടിട്ട് അവനെ അതിൻ്റെ സ്കെച്ച് ഫ്ലാറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്, വീടൊക്കെ വെച്ച് കൊടുക്കുന്ന പുള്ളിക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടി എല്ലാ പ്ലാനും അവനെ വരയ്ക്കാൻ തുടങ്ങി. അയാളെടുക്കുന്ന എല്ലാ വർക്കുകളുടെയും പ്ലാൻ വരയ്ക്കുന്നത് ഇവനായിട്ട് മാറി. ഈ ഒരു സിറ്റുവേഷനിൽ ഓഫീസിട്ടു, സ്റ്റാഫിനെ വെച്ചു, വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്ലാൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻസൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരുപാട് വർക്ക് കിട്ടാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ തറവാട് തിരിച്ചെടുത്തില്ല എങ്കിൽ പോലും ഹൈവേയുടെ സൈഡിൽ തന്നെ വീട് വാങ്ങിക്കാനായിട്ട് പറ്റി. അച്ഛനും അമ്മയും സുഖമായിട്ട് അവരെ ഭദ്രമാക്കി ആ വീട്ടിലെത്തിച്ചു. പെങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർത്തു കൊടുത്തു. ഹാപ്പിയായിട്ട് ആ ഫാമിലി ഇന്ന് പോയി നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. അതിനൊരു കാരണക്കാരിയാവാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോഴും വളരെ നന്ദിയോട് മാത്രമാണ് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അന്ന് ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തുമായിരുന്നു എന്ന്. ചില സന്ദർഭങ്ങളിൽ നമുക്കും അതേപോലത്തെ സിറ്റുവേഷൻസ് വന്നേക്കാം. അപ്പോൾ നമ്മൾ ഒരാളെ ആ സിറ്റുവേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. ഇന്നിപ്പം നല്ലൊരു ഡിസൈനറായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഹാപ്പിയായ ഫാമിലിയാണ്. അച്ഛൻ എന്തേ എന്ന് ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എവിടെയോ വർക്ക്ഷോപ്പിൽ എന്തോ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനുള്ള പൈസയൊക്കെ അദ്ദേഹം തന്നെയാണ് ഏൺ ചെയ്യുന്നതെന്ന്. എന്നിട്ട് അന്നേരവും പറഞ്ഞ് ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും ആളിന് ഒരു കുലുക്കവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, അതൊരു പക്ഷേ മുടിയനായ പുത്രനെ നേരെയാക്കാൻ ദൈവം തന്ന ഒരു
ഒരു ശിക്ഷയായിരിക്കാം ഇത്. അച്ഛൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മകൻ ഇന്ന് ഇത്രയും നല്ലൊരു ക്യാരക്ടറിൽ എത്തൂലായിരുന്നു. കിട്ടുന്ന കാശ് മൊത്തം ദൂർത്തടിച്ച് നടന്ന് കറങ്ങി നടന്ന് അതിൻ്റെ ഇടയിലൂടെ ഈ സപ്ലിയിലുണ്ടായിരുന്ന മൊത്തം സംഭവങ്ങളും ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യം വേണം എന്ന് ചിന്തിച്ച് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ആ ഒരു തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. 1,00,000 പേരെയെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഞാൻ കാരണം ഒരാൾക്ക് ആരോഗ്യം തിരിച്ച് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫുഡ് കഴിക്കുന്നത് പോലെ മെഡിസിൻ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ചെറിയ അളവിൽ മരുന്ന് കഴിക്കുന്ന ലെവലിലേക്ക് അവരെയൊക്കെ എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വാല്യുബിൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾ അതിൽ മെസ്സേജ് ഇടുക. വാട്സപ്പിൽ മെസ്സേജ് ഇടുക മാത്രമേ ചെയ്യാവുള്ളൂ. എന്നെ കോൾ ചെയ്താൽ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടേക്കുക. നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൂട്ടത്തിൽ കൊടുത്തേക്കാം. താങ്ക് യു.